രാത്രിയിലത്തെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴാണ് ഉറങ്ങിയത് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. രാവിലെ ഏകദേശം 5 മണിയായിട്ടുണ്ടാവും. 5 പോരാ, അതിൻ്റെ മുന്നെയാണ്, 4:30ഒക്കെയാണ് സമയം. രാവിലെ എണീറ്റ് കുളിച്ച് ഒരു സെറ്റ് മുണ്ടൊക്കെ ഒന്ന് ചുറ്റി കെട്ടണം. അതൊക്കെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാൻ പോണത് എന്ന്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും ഏട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനും രാവിലെ ഇവിടെ വരുന്ന ഗസ്റ്റിനുള്ള ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് കുറച്ച് തിരക്കിലാണ് അവർ. മുത്തു, എനിക്കൊന്ന് നീ അവിടെ ഇരിക്കേ, എനിക്കൊരു സാധനം. ഇഡലി. ഹായ്. അപ്പോൾ ഇന്ന് 8 ഫെബ്രുവരി ആണ്. അപ്പം ഇന്നാണ് നമ്മൾ വളകാപ്പ് ചടങ്ങ് പ്ലാൻ ചെയ്തിട്ടുള്ള ദിവസം. വളകാപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ തമിഴ്നാട് സ്റ്റൈൽ വളകാപ്പല്ല, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലൊരു വളകാപ്പ്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു ട്രഡീഷണൽ മാറ്റേണിറ്റി ഫോട്ടോഷൂട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്, വളകാപ്പിൻ്റെ ഫോട്ടോസും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രഡീഷണൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പരിയാനംപറ്റക്കാവിൽ പോവാണ്. അപ്പം നമ്മളെ ഫോട്ടോസ് എടുക്കുന്ന സിയാദ് അവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ 6:45 7 മണിയായിട്ടുണ്ടാവും. അപ്പം ഞാനും ഏട്ടനും കുട്ടുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോണത്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു വരും. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ് ചേഞ്ചൊക്കെ. അപ്പം ഇനി അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണത് നമുക്കിങ്ങനെ കാണാം. വലിയ ജിമിക്കൊന്നും ഇടല്ലേ, ഇത് നാടൻ ഫോട്ടോഷൂട്ടും ഇന്ന് എന്താ ദിവസം അറിയോ? ഇന്ന് എന്താടാ ഡേറ്റ്? ഇന്ന് 8 ഫെബ്രുവരി. ഇത് ഗിഫ്റ്റ് ആണ് മുത്ത്. വണ്ടി വന്ന് സാരല്ല, പെട്ടെന്ന് ഇതാക്ക. എടാ ഫോക്കസ് ആയിക്കോടാ, എൻ്റെ മോള് നന്നായിട്ട് കിട്ടണം. അത് നോർമലായിട്ട് ഇതാക്കും മുത്തട്ടി, വേറെ ഒന്നുമില്ല. എന്താ അറിയോ, ഇത് നിന്റെ ഭർത്താവ് ചെയ്തതാണ് പാക്കിങ്, അതുകൊണ്ടാണ്. കത്തി ഉണ്ടാവുക, എന്താ ഇതാണ് ശരി. ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് വന്നതാണ്. നീ ചായ എന്തെങ്കിലും കുടിച്ചോ? ഒന്ന് നീച്ച വഴി പോന്നതോ? ഇത് വെച്ചിട്ടേ കുറച്ച് പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ്. തരുമോ?
ഇത് വെച്ചൊരു പരിപാടി ഉണ്ടെന്നാ. യെസ്, ഇതെന്താ നിന്റെ എടുത്തോ. ഫ്യൂസി ക്യാമറ. അത് അമ്മ എങ്ങനെ അറിഞ്ഞത്? ഈ നാട്ടിലുള്ളവരൊക്കെ അറിഞ്ഞ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇല്ല ഞാനാണ് പറഞ്ഞു. ആണോ? നിക്കട്ടാ, സെക്കൻഡ്. കോൺഷ്യസ് ആയതാണ് അമ്മ. അത് പോയി. കുട്ടു ഇതാണ് പോസിറ്റീവ് ഇതില്, ഇതാണ് പോസിറ്റീവ് ഇതല്ലേ? അവൻ എണീറ്റ വഴിക്ക് വന്നതാണ് വണ്ടി എടുത്തിട്ട്. എടാ, ആ ഫോട്ടോഗ്രാഫർ പയ്യൻ ഇപ്പൊ വിളിക്കൂട്ടോ. അവനോട് ഒരേ സെക്കൻഡ് മുത്തോട്ടി. പിന്നെ നെഗറ്റീവ്. ഓക്കെ നെഗറ്റീവ്. ഓ, ഈ സാധനം ഇതെപ്പോ വാങ്ങി വെച്ച്? എന്റെ മോൾ ഇവിടെ നിക്ക്, ഞാൻ എടുക്കട്ടെ. അത് ഫിലിം ഉണ്ടോ അതിനകത്ത്? യെസ്, സ്റ്റാൻഡ് ചെയ്യാം. എങ്ങനെ എടുക്കണ അറിയില്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ സോറി നിക്ക്. ഓക്കെ അതൊക്കെ പൊങ്ങി വരുമല്ലോ, എടുക്കുമ്പോ തന്നെ ഇങ്ങനെ പൊങ്ങി വരില്ല. നിക്ക് എന്നെ മുത്ത് നിക്ക്. ഓക്കെ ഇനി എന്താ കാണിക്കണ്ട? അങ്ങനെ കൊടയിൽ കാണാമല്ലോ എല്ലാരും. നിക്കട്ടാ, അതെന്തോ കാണിക്കും. നോക്കാം. അല്ല, അങ്ങനെ എന്താ ചെയ്യും? അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പഴയതാണ്. ആണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിലൊരു വള്ളി ഉണ്ട്, അത് ഉള്ളിൽ വെച്ചോ. നമ്മൾ കറുപ്പ് മാത്രം. ആ ചെരുപ്പ് ഇറങ്ങാൻ പതുക്കെ. ഞാൻ ഇറങ്ങണം. കുട്ടു, ഇത് കയ്യിൽ വെച്ചോട്ടാ. മുതൂരി ഷേക്ക് ചെയ്യല്ലോ മോള്. ശരിയാ, അവളെ കാണിക്കും മുത്തട്ടി. അത് വരുന്നുണ്ട്. മുത്തട്ടി ഷേക്ക് ചെയ്യലട്ടെ മോള്. ഒരു 1 മിനിറ്റ് ആവണം. ഞാനിത് എന്റെ വീഡിയോ മറ്റേ ഈ പെൺപിള്ളേരിങ്ങനെ എസ്തെറ്റിക് വീഡിയോസ് ഇടുമ്പോ നോക്കട്ടെ, ഫോട്ടോ വന്നൂല്ലേ? അത് എടുക്കുമ്പോഴേ അങ്ങനെ വരും. എടുത്തുകൊണ്ടല്ലേ ക്യാമറ എണ്ണപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ 20 എണ്ണ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്താ വാങ്ങിച്ചറിയാം മുത്തൂട്ടി? നിന്റെ ബുക്കിൽ ഒട്ടിക്കാനാണ്. ഞാൻ കൊറേ ഈ സാധനം വേണമെന്ന് പറയുന്നു. നിക്ക് മെല്ലെ 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 എള്ളത് പിടിക്കടാ. നിക്ക് നിക്ക് നിക്ക്. ഞങ്ങളുടെ കല്യാണം നടന്നത് പരിയാൻപറ്റ ടെമ്പിളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ മറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഏട്ടൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ പോയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വന്നത് ഭയങ്കര നല്ലൊരു ക്ലൈമറ്റുള്ളൊരു സമയത്താണ്. ആ ഏർലി മോർണിംഗിൽ ഉദിച്ചു വരുന്ന സൺലൈറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലിക്സ് നമുക്ക് എടുക്കാൻ പറ്റി. സിയാദായിരുന്നു ഫോട്ടോഗ്രാഫി എടുത്തത്. നമുക്ക് കുറേ കിടിലൻ ഫോട്ടോസ് കിട്ടി. ഇവിടെ തന്നെ കല്യാണം നടന്നതുകൊണ്ട് നമുക്ക് കല്യാണത്തിനുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ്, ഐക്കോണിക് ഫോട്ടോസ് അത് റിക്രിയേറ്റ് ചെയ്താലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അതിനേക്കാളും കിടിലൻ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടി ഇവിടുന്ന്.
സെറ്റ് മുണ്ട് ഉടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു, ഉടുത്തിട്ട് ഇരിക്കാൻ അതിലേറെ പാടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഫോട്ടോ കിട്ടണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനൊരു ഫോട്ടോഷൂട്ടിന് റെഡി ആയത്. പക്ഷേ ഒരു കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ചും കൂടെ ഗ്രീനറി ആയിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഇതിപ്പോൾ പൂരം നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നായതുകൊണ്ട് അവർ കാടൊക്കെ വെട്ടിയിട്ട് ഫുള്ള് മൊട്ടക്കുന്ന് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു കാവ്. ഫോട്ടോഷൂട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് ഒരു ഉണ്ട ചന്ദനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് ഞാനും കുട്ടും കൂടി പോയിട്ട് ചന്ദനം വാങ്ങി. ഏട്ടനാണ് ക്യാമറ എടുക്കണേ. പിന്നെ നമ്മൾ പരിപാടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒരു 4-5 മുഴം മുല്ലപ്പൂ വാങ്ങി. ഇനി പോയിട്ട് വേണം റെഡി ആവാൻ. മുത്ത് ഓടി വരുന്ന കണ്ട. അല്ല നോക്കി അത് സ്കൂട്ടി മാറ്റിയാൻ പറ്റിട്ട് സാരി മേമ്മമാരൊക്കെ ചേർന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഉടുത്ത് തന്നു. മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തതാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫ്ലോസും അതിനുണ്ട്. പിന്നെ ഇത് നിൽക്കുന്ന എൻ്റെ കസിൻസാണ് 2 പേര്. അവരാണ് എന്നെ മേക്കപ്പിന് ഹെൽപ്പ് ചെയ്തത്. ചേച്ചി നമ്മുടെ ഫുഡ് എത്തിയതാണേ. നമ്മളൊരു കാറ്ററിംഗ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ചിക്കൻ ബിരിയാണിയാണ്. ഫുഡ് എത്തി. ഫുഡ് അവർ പറഞ്ഞതിനേക്കാളും നേരത്തെ നമുക്ക് കൊണ്ടുതന്നു. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ആൾക്കാരാണ്. ഡെലിവറി ചാർജസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അത് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ്സും എല്ലാവരും കൊണ്ടുവന്നു. അപ്പോൾ ചെറുതായിട്ടൊരു തട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുപ്പിവളകളും ചന്ദനവും മഞ്ഞളും ഒക്കെ വയ്ക്കാൻ. എന്നിട്ട് നമ്മൾ മേലേക്ക് കയറി പോകണം. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കയറി പോകുന്നത്. ബാക്കി പരിപാടികളൊക്കെ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടിലൊരു ബെഞ്ച് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് മാത്രം പങ്കെടുത്തിട്ടുള്ളൊരു ഫങ്ഷനാണിത്. അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തത്. ആദ്യം ഫോട്ടോഷൂട്ടായിട്ടായിരുന്നു നമ്മൾ വളകാപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ ഡ്യൂട്ടി എടുക്കുന്ന കാരണം കൊണ്ട് ആർക്കും എന്നെ വന്ന് കാണാനും ഒന്നും സൗകര്യമില്ലായിരുന്നു. അപ്പം വിചാരിച്ചു ശരി എന്നാൽ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും വന്നോട്ടെ, നമുക്ക് ആ സമയത്ത് നല്ലൊരു ഫാമിലി ഗ്യാതറിങ്ങുമായി വളകാപ്പ് സ്പെൻഡ് ചെയ്ത പോലെയായി. അങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ വളകാപ്പ് ഫോട്ടോഷൂട്ട്. ഈ വളകാപ്പ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലൊരു വലിയ സെലിബ്രേഷനാണ്, ഒരാചാരമാണ്. നമ്മുടെ നാട്ടിൽ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ 9-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ചടങ്ങുകൾ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മളൊരു ഹാപ്പിനെസ്സിനും ബാക്കിയുള്ളവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും വന്നു. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ
കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഡെക്കർ റെഡിയാക്കിയതും തട്ട് റെഡിയാക്കിയതും. ഒരു പ്രീ വെഡിങ് ഷൂട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം കൂടി ഞങ്ങൾ തീർത്തു ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തതിൽ കൂടി. എല്ലാവരും അവളെ നോക്കി, ഈ രണ്ട് സൈഡിലും മാറി മാറി നോക്കി. നമ്മുടെ മുഖം മറയണം. നീ എല്ലാവരും ചേച്ചി നോക്കി, എല്ലാവരും ചേട്ടൻ നോക്കി. ഓക്കെ റൈറ്റ്. അവളെ നോക്കി എല്ലാവരും. ഈ ചേട്ടനോ ഇനി ഇങ്ങോട്ട് നോക്കി, ഇനി പറഞ്ഞു മോനെ. അവളെ നോക്കി എല്ലാവരും. അമ്മനെ നോക്കി. നിങ്ങളെല്ലാരും ഇത് താങ്ങിക്കോ. കയ്യൊന്ന് അവളെ നോക്കി എല്ലാവരും. അവളെ നോക്കി. Okay. ഇരുന്നില്ലേ? നോക്കൂ കഴിച്ചു. ഇവിടെ ഗേൾസ് കസിൻസിനൊക്കെ ആയിരുന്നു വളകാപ്പിന് വരാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ. കാരണം ഇപ്പം കുറച്ച് ഗ്യാപ്പായി നമ്മൾ മക്കൾ അടുത്ത ജനറേഷൻ ഉണ്ടായിട്ട്. അപ്പം എൻ്റെ കല്യാണമാണ് ലാസ്റ്റ് കഴിഞ്ഞത്. അതിന് മുന്നേയുള്ള തൊട്ട് മേലത്തെ കുട്ടിക്ക് LKG പഠിക്കുന്ന പ്രായമാണ്. അപ്പം കുറച്ച് ഗ്യാപ്പായതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു.
വളകാപ്പ് നടത്തണം, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് 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 ഭയങ്കര കൊതിയായിട്ട് വയ്യെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. ഇതേ സൗണ്ടൊന്നും കേക്കില്ലേ? ഒന്ന് പറയുമ്പോളെ എന്തെങ്കിലും. അവളെ നോക്കി എല്ലാവരും. ഓക്കെ വലിയമ്മ നോക്കണ എന്താ മാമനൊക്കെ നീ മാത്രമേ തിരിക്കാതുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? അവിടെ പോയിരിക്കുന്നില്ലേ കൂടെ മാലിന്യ അച്ഛാ അത് നോക്കി കട്ടല്ലേ? സാരി ഇരിക്കല്ലേ കേട്ടോ, സാരി ഇരിക്കല്ലേ. അല്ല നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യണോ? അല്ല സൈഡിൽ നിന്ന് ചെയ്താൽ ആ അങ്ങനെ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ ഭംഗിയുണ്ടാവും. ആ ഇട്ടു. ചേട്ടാ അവനെ നോക്കിയേ തിരിച്ചു നിൽക്കുന്നേ. വീഡിയോ എടുക്കുന്നുണ്ട്. ഈശ്വര അമ്മനെ നോക്ക്, അമ്മനെ നോക്ക്. ചിരിച്ചെടുക്ക് നീ, ചിരിച്ചെടുക്ക് എല്ലാവരും. എന്നാലേ വളരുമ്പോ വേദിച്ച് കരിയല്ലേ? എന്തെങ്കിലും വായിൽ വെച്ച് തരാം. ഓക്കെ സക്സസ്. ഇനി അമ്മ ഒരേ സെക്കൻഡ്.
നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന്. ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്തത്, ചേച്ചി കുറച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വളയിട്ട് കൊടുക്കണം, അതിൻ്റെ മുന്നേ കുങ്കുമം തൊട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ളത്. അപ്പം ബേസിക്കലി ഇത് ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ് ചടങ്ങ്. അതിൽ വരുന്ന ആൾക്കാർ, പങ്കെടുക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് അവരുടെ മുഖത്ത് കാണുന്നത്. അത് നമുക്ക് നമ്മുടെ മുഖത്തോട്ട് അവർ നോക്കുമ്പോൾ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാവും, ജെനുവിൻലി ആണോ അവർ ചെയ്യുന്നത്. അവർ പിന്നെ നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും, എന്തൊക്കെ ചടങ്ങുകൾ മറന്നാലും നമ്മൾക്ക് അത് ഒരു ബ്ലെസ്സിങ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിനെ മാത്രം നമ്മൾ ഈ ചടങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്തത്. വി വർ വെരി ഹാപ്പി. ഇതെൻ്റെ മുത്തച്ഛനാണ്, ആൾ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്, ഒറ്റയ്ക്ക് വന്നതാണ്. ഇത് വലിയച്ഛനാണ്. ഒരുപാട് പേരുണ്ട്. അപ്പം ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ഞാൻ ഓരോന്നും എടുത്ത് പറയാത്തതാണ്. അച്ഛൻ്റെ സൈഡിലും അമ്മയുടെ സൈഡിലുമുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഏട്ടൻ്റെ ഫാമിലി ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സമാധാനപരമായിട്ടുള്ളൊരു വളകാപ്പായിരുന്നു. വലിയ ബഹളങ്ങളൊന്നുമില്ല. ഭയങ്കര കൂളായിട്ട് ഞങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സാധാരണ ഒരു വളകാപ്പിൻ്റെ തട്ടിൽ വെക്കണത് സ്വീറ്റ്സാണ്. കാരം വയ്ക്കും, സ്വീറ്റ്സ് വയ്ക്കും. എനിക്ക് ഡയബറ്റീസ് കുറച്ച് ബോർഡർ ലൈനിലായതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സാണ് വെച്ചിട്ടുള്ളത്. സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഏട്ടന് എടുത്ത് കൊടുക്കും. ഞാനിങ്ങനെ ഒരു ആഗ്രഹത്തിന് കുറച്ച് എടുത്ത് കഴിക്കുക എന്നല്ലാണ്ട് ഫ്രൂട്ട്സാണ് എല്ലാവരും എൻ്റെ വായിലോട്ട് വെച്ച് തന്നുകൊണ്ടിരിക്കണം. സോ അതും എല്ലാവർക്കും പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. നമുക്ക് ചടങ്ങാണ്, അതിന് മധുരം കഴിച്ചേ പറ്റുമെന്ന് വാശി പിടിക്കുന്നവരാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. എല്ലാവരും വെരി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അമ്മ എങ്ങോട്ട് വന്നമ്മ? അമ്മ അമ്മ ഒന്ന് വരുമോ? രണ്ടുപേരും ഒപ്പം ഇവർക്ക് ചെയ്താൽ മതി. അങ്ങനെ പറ്റുമോ? അത് കുഴപ്പമില്ല. ചേട്ടാ അവിടെ ഒന്നുകൂടെ അങ്ങോട്ട് നീങ്ങ, അങ്ങോട്ട് നീങ്ങ. ഓക്കെ. ഏട്ടന് സ്വീറ്റ്സ് കൊടുക്കാട്ടോ. എനിക്ക് ഇവർക്ക് സ്വീറ്റ്സ് കൊടുക്കാം. ഒരേപോലെ കൊടുക്കും. ഒരു മിനിറ്റ് ഏട്ടാ. ഉണ്ണിക്ക് ജിലേബി കൊടുക്കാൻ കേട്ടോ. നീ പറ്റാലും കഷ്ടപ്പാടൊക്കെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഡെക്കോറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം അതെങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര സംശയങ്ങളും പേടികളും ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയിട്ട് ഗസ്റ്റെല്ലാം വരുന്നതിന് മുന്നെയാണ് വളകാപ്പ് എന്നുള്ളത് ആ വാഴയിലയിൽ എഴുതിയത് ഞങ്ങളവിടെ ഫിറ്റ് ചെയ്തത്. അതും കൂടെ വന്നപ്പോഴാണ് അതിനൊരു ഫുൾഫിൽമെൻറ്റ് വന്നത്.
ആക്ച്വലി അത് പ്ലാനിലേ ഇല്ലായിരുന്നു. അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ചെയ്യണം. ഇവർക്ക് വേണേ ഈ ജിലേബി കൊടുത്തു. ചെയ്തോളൂ. ചന്ദനൊക്കെ എടുത്തോ? മഞ്ഞളിന്റെ മുഖത്ത് ചന്ദന ഒരു കുറിയില്ല നെറ്റിയില്. അല്ല കമ്മളം ഈ ചന്ദനേട്ടനിട്ട് അങ്ങോട്ട് വരാം. ഇനി ഒരു വട്ടം എനിക്ക് എന്തെങ്കിലും തന്നാലേ ചെറുതായിട്ടൊക്കെ. ആദ്യം എല്ലാം അപ്പുറത്തെ കവള് ഇപ്പഴത്തെ നല്ല ഓക്കെ ഓക്കെ റൈറ്റ്. ഇനി വളർത്താം. ഏത് കളറാണ് എന്റെ മുഖത്തൊന്ന് തിരിച്ചോ. അതാണ് നിർബന്ധം. ചിരിയാണ് മെയിൻ. വേണമെന്നില്ല, മതി. എന്റെ വയതും മറന്നു. ഇതെടുത്തു കൊടുത്തു. മതിയാ? ശരി, ഒരു ഫോട്ടോ. ഇങ്ങോട്ട് വാങ്ങൂ. നിന്റെ ഫേസ് കാണില്ല. മുടി ബാക്കിലോട്ട് തിരിച്ചോ. എന്നെ എന്താ കുട്ട് വെയില് വല്ലാണ്ടുണ്ടോ?
എന്താ പറഞ്ഞ നമുക്ക് ഫാമിലി ഫോട്ടോ എടുക്കാം. രണ്ട് കഴിഞ്ഞു. രണ്ട് കിലോ അത് വെറുതെ കാണിച്ചാൽ മതിയാ. ഓക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് നോക്കണേ. ചേച്ചി എന്തെങ്കിലും എക്സ്പ്രഷൻ ഉണ്ട്? ചിരിക്കി ഒരുമാതിരിത്തെ ഫേസ് എക്സ്പ്രഷൻ ആയി പോയി. എക്സ്പ്രഷൻ പറഞ്ഞു നോക്കൊരു സമാധാനം. ചിരിക്കി പല്ലിട്ട് ചിരിക്കി. എത്ര 4 പുറത്തും എന്റെ ഏട്ടൻ നോക്കില്ല. കഴിഞ്ഞു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വെച്ചിട്ട് ഒരു ചെറിയ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടും കൂടി നടത്തി. ദച്ചുവിന് കുറച്ച് വിഷമമുണ്ടായിരുന്നു. ഏട്ടൻ അവനെ മൈൻഡ് ചെയ്തില്ല, അവൻ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് അവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ നമ്മൾ അവൻ്റെ അടുത്ത് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനൊക്കെ നടത്തിയിട്ടാണ് ദച്ചു ഒന്ന് കൂളായത്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കിടിലൻ ഫോട്ടോസായിരുന്നു. ആ ഒരു ഗ്രീനറി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ഒരു ആൽബം പോലെ ഇതിനകത്ത് തന്നെ ഇമ്പോർട്ടൻറ്റ് ഫോട്ടോസ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ കൈ ഇങ്ങനെ ആക്കണ്ട, അങ്ങനെ ജസ്റ്റ് വയറിൽ മാത്രം പിടിച്ചാൽ ചേട്ടാ. അങ്ങനെ നീ ആ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ. ഓക്കെ റൈറ്റ്. തക്കുടി ചിരി വേറെ ലെവല്. പോസറാ. അപ്പോൾ ഫങ്ഷൻ ഏകദേശം കഴിഞ്ഞു. എൻ്റെ മുഖം കണ്ടില്ലേ, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, നോയ്സ് ഉണ്ടാവും. അപ്പം ഇനി അടുത്തത് ഫുഡ് റെഡിയാണ്. ഫുഡ് ഏട്ടൻ ലാപ്ടോപ്പ് കൊടുക്കാൻ പോയിരിക്കുകയാണ് പയ്യൻ്റെ അടുത്ത്, ഫോട്ടോഗ്രാഫർ പയ്യൻ്റെ അടുത്ത്. അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോട്ടെ. ബൈ. അച്ഛൻ കഴിക്കും. എന്നാ ഞാൻ മരുന്നോളെ. സപ്പോർട്ടല്ലേ
ഫസ്റ്റ് കളി തോറ്റിട്ടിരിക്കുക. അപ്പോഴാണ് ഇവര് വിളിക്കുന്നത്. പിന്നെയുള്ള രണ്ടുപേരും അവര് ജയിച്ചു. ഡെമോയിൽ കളിക്കണ്ട. റൂൾസ് ഒക്കെ കുട്ടിയോട് ഉറപ്പല്ലേ ഓട്ടിക്കട്ടെ അത് ഇതാണ് അത് രണ്ടാളും ഓരോന്നിച്ച് മാമൻ അത് പെൺകുട്ടികള് ആൺകുട്ടികള് ഇത് അവളെ മുഖാണ് മാറി. കളിക്കാൻ ആളാണ് ഞങ്ങൾക്ക്. പുതിയ ടീം ഉണ്ടാക്കണം. ഓക്കെ അടുത്തതാരാ? പിഞ്ചേച്ചി. ആദ്യം മൂത്തത് കോട്ടെ. രണ്ട് പക്ഷിയാണ് മൂത്തത് കോട്ടെ. ഞാൻ ആനട്ടോ ഞാൻ ഓട്ടിക്കാം. എനിക്കറിയാം നമ്മളങ്ങനല്ലേ. എന്തോ അയ്യോ കഴിഞ്ഞപ്പോ ഓക്കെ തന്നെ ആക്കും. ഞാൻ വർണ്ണേച്ചി എല്ലാരും വാ, ഓരോരുത്തരും വാ. വർണ്ണേച്ചി ഓക്കെ. അത് ഉറപ്പുള്ള അല്ലേ? ഞാനിപ്പോ അതിൽ എന്തിനാ ഒട്ടിച്ചെന്ന് അറിയാം. കുട്ടി കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനല്ല, രണ്ടുപേരുമ്പോ ആൺകുട്ടിയാകുമ്പോ മേത്തക്കൂടെ കയറി ഇടിക്കും. രണ്ടോടത്തുനിന്ന് പോരല്ലേ? ഓക്കെ. അതിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടോ. വെല്ലിച്ചൻ ഏതാ ടീം? അമ്മ ചെയ്യണില്ലേ? അമ്മ വരും. അമ്മ ഏതാ ടീം? ഓക്കെ.
ദച്ച് 2 ബോയ്സ് ആണ്. ഓക്കേ ഗേൾസ്. ബോയാണോ? അവന് 2 ഇതായിരിക്കും കേട്ടോ, 2 ബോയ് ആയിരിക്കും. വോട്ടെല്ലാം കൂടി കൂടി വരുന്നുണ്ട്. ആ അമ്മായി. ഞാൻ 3 ഒട്ടിക്കും. അല്ല എന്തായാലും ഒന്നാമത്തെ ഒറ്റയ്ക്കുന്നതേ കണക്കാക്കി കൊണ്ടുട്ടോ. അത് കറക്റ്റാണ്, അത് കറക്റ്റാണ്. അതെന്തിനാ എല്ലാത്തിലും ഒട്ടിക്കണേ? ബാക്കിയുണ്ട് ഞാൻ ഒട്ടിക്കല്ലാരും ബാക്കിയില്ല. അങ്കു ഉണ്ണിക്കുട്ടനൊന്നും ഒട്ടിച്ചില്ല. ഉണ്ണിക്കുട്ടൻ എന്നോട് പറഞ്ഞ 2 പോയി. എന്തെടുത്ത് കാണിക്കണട്ടാ? തക്കടു 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 ഇങ്ങോട്ട് വാ. ബോയ്സ് ആണ്. മോൾക്കേ ഏത് കുട്ടീനെ വേണ്ടിട്ടായാലും ഇത് ആണും പെണ്ണും, ഇത് പെൺകുട്ടിയാണ്, ഇത് 2 ചെക്കന്മാരെ എവിടെ എന്നിട്ട് എവിടെയെങ്കിലും ആ വെയിലത്ത് കുട്ടികളെ അറിയില്ല ഇവരെന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. ഇവരാദ്യം മുഖം കിട്ടണം. ഇത് പറപ്പിക്കാൻ പോണ ഉണ്ണിക്കുട്ടാ വിളിക്കണേ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണിയായപ്പം എല്ലാവരും പതുക്കെ അവരുടെ വീടുകളിലേക്ക് പോകാൻ ഒരുങ്ങി. ദ മാൻഡേറ്ററി ഗുഡ് ബൈ. ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫങ്ഷൻ ചടങ്ങ് എന്തെങ്കിലും വരുമ്പോഴായിരിക്കും വീണ്ടും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ദിസ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മെമ്മറി ഫോർ അസ്. ഞങ്ങളെല്ലാവരും ഭയങ്കര താങ്ക്ഫുൾ ആണ് എല്ലാവരോടും വന്നതിനും മൊമെൻറ്റ്സ് ഷെയർ ചെയ്തതിനും.